ഗുഡ് മോർണിംഗ്. മൈസെൽഫ് അരുൺ ഡിയൽ, ദ ഫാക്കൽറ്റി സൈറ്റോ അക്കാഡമി. ഓക്കെ, ഞാനിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീഡിയാട്രിക്സിലെ ഒബിജിയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫീറ്റൽ സർക്കുലേഷൻ. ഓക്കെ, എല്ലാവർക്കും സൈറ്റോ അക്കാഡമിയിലെ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. Okay, what is fetal circulation? Okay, it is nothing but the fetal circulation. It is a specialized system where the fetus receives oxygen and nutrients directly from the placenta via umbilical vein, and it completely bypassing the non-functioning fetal lungs. It is nothing but during the period of fetal period കുട്ടിയുടെ ലങ്സ് നോൺ ഫങ്ഷനിങ് ആയിരിക്കും. ഓക്കെ, സോ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും മദറിന്റെ പ്ലാസന്റയിൽ നിന്ന് അംബിലിക്കൽ വെയിൻ വഴിയാണ് കുട്ടിക്ക് എത്തുന്നത്. ഓക്കെ, സോ നമുക്കറിയാം പ്ലാസന്റയാണ് ഓക്സിജനും ന്യൂട്രിയൻസും കുട്ടിക്ക് എത്തിക്കുന്നത് വയ അംബിലിക്കൽ വെയിൻ ആണ്. അംബിലിക്കൽ കോഡിൽ അംബിലിക്കൽ ആർട്ടറി ഉണ്ട്, അംബിലിക്കൽ വെയിനും ഉണ്ട്. രണ്ട് അംബിലിക്കൽ ആർട്ടറിയും ഒരു അംബിലിക്കൽ വെയിനും ആണുള്ളത്. അതിൽ അംബിലിക്കൽ ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡും അംബിലിക്കൽ വെയിൻ ക്യാരി ചെയ്യുന്നതാണ് ഓക്സിജനേറ്റഡ് ബ്ലഡും. ഓക്കെ, ഈ ഫീറ്റൽ സർക്കുലേഷൻ മറ്റൊരു പേരിൽ ഫീറ്റോ പ്ലാസന്റൽ സർക്കുലേഷൻ എന്നും പറയാറുണ്ട്. ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ഷണ്ടുകളെ കുറിച്ച് പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഫീറ്റൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെ പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട 3 ഷണ്ട്സ് ഉണ്ട്. ഓക്കെ, ആ 3 ഷണ്ട്സ് എന്ന് പറയുന്നത് ബേസിക് ആണ്. ഈ ഫീറ്റൽ സർക്കുലേഷന്റെ ബേസിക് ആണ് 3 ഷണ്ട്സ്. ദ ഫസ്റ്റ് വൺ ഡക്ടസ് വീനോസസ്, സെക്കൻഡ് വൺ ഫൊറാമൻ ഒവൈൽ, തേർഡ് വൺ ആൻഡ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഓക്കെ, നമുക്ക് വരും സ്ലൈഡിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും തരുന്നതാണ്. ഓക്കെ, രണ്ടാമതായി ഓക്സിജൻ ഹൈറാർക്കി കുറിച്ച് പഠിക്കും. തേർഡ് റെമിനൻസ് ഇൻ അഡൾട്ട് ലൈഫ് കോൾഡ്, അതായത് ഫീറ്റൽ സർക്കുലേഷൻ, ദ ചേഞ്ചസ് ഇൻ ഫീറ്റൽ സർക്കുലേഷൻ ആഫ്റ്റർ ഡെലിവറി. ഓക്കെ, നമുക്ക് ബിഫോർ കംസ് ടു ദ തിയറി പോർഷൻസ്, ഈ നോർസെറ്റ് ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഫീറ്റൽ സർക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് questions you can expect in NORCET examination. So it is very important question. Okay, in 2023 NORCET നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് based on fetal circulation. Which vessel carries blood with the highest oxygen concentration in fetal circulation? We have 4 options: umbilical artery, option B umbilical vein, option C ductus arteriosus, option D pulmonary artery. Choose your answer. Okay, we can see the answer. Answer is option ബി അംബിലിക്കൽ വെയിൻ ആണ്. ഞാൻ പറഞ്ഞു അംബിലിക്കൽ കോഡിൽ 2 അംബിലിക്കൽ ആർട്ടറി ഉണ്ട്, 1 അംബിലിക്കൽ വെയിനും ഉണ്ട്. അതിൽ അംബിലിക്കൽ ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹയസ്റ്റ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ആരാണെന്നാണ്. സോ അംബിലിക്കൽ വെയിൻ ക്യാരീസ് 80% സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ ആണ് ക്യാരി ചെയ്യുന്നത്. സോ അംബിലിക്കൽ വെയിൻ is the only vessel that brings freshly oxygenated nutrient-rich blood, approximately 80% saturation, from the placenta directly to the fetus. We can see one more question, one another question from NORCET 2023 September ചോദിച്ചൊരു question ആണ്. After birth, the functional closure of the ductus arteriosus is primarily initiated by. You have 4 options. Option A, a drop in systemic blood, an increase in maternal prostaglandins, and a rise in arterial blood oxygen saturation and fall in prostaglandins, and closure of the umbilical cord. You can see the answer. The option C, a rise in arterial oxygen prostaglandin. That is the right answer. So നമുക്കറിയാം ഡെലിവറി സമയത്ത് കുട്ടി കരയണം എന്ന് പറയല്ലേ, അപ്പൊ ക്രൈഡ് സൂൺ ആഫ്റ്റർ ബർത്ത് എന്നാണ് പറയുന്നത്. സോ കുട്ടി ജനിക്കുമ്പോൾ കുട്ടി കരയുന്നതിന്റെ അർത്ഥം എന്താണ്? കുട്ടിയുടെ ലങ്സ് സ്റ്റാർട്ട് ടു ഫങ്ഷൻ എന്നാണ് അതിന്റെ അർത്ഥം. സോ അറ്റ് ദാറ്റ് ടൈം ദ ഹൈ ലെവൽ ഓഫ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ഓഫ് ബ്ലഡ് ആണ് കുട്ടിയിലുള്ളത്. സോ ഈ ഹൈ ലെവൽ ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യും എന്താണ് കുട്ടിയുടെ ഈ ഡക്ടസ് ആർട്ടീരിയോസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ, മസിൽ വാൾ ഓഫ് ദി ഡക്ടസ് ആർട്ടീരിയോസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത് വൺ ഓഫ് ദ റീസൺ ആണ് ഈ ഡക്ടസ് ആർട്ടീരിയോസസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഈ ഫീറ്റൽ പീരീഡിൽ, പ്രഗ്നൻസി പീരീഡിലും ഈ പ്ലാസന്റയിൽ നിന്ന് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് കുട്ടിയുടെ റിലീസ് ചെയ്യാറുണ്ട്. ഇത് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ എന്നാൽ നമ്മൾ കുട്ടി ഡെലിവറി ടൈമിൽ ഈ അംബിലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യും, എന്നിട്ട് കട്ട് ചെയ്യും നമ്മൾ. ഓക്കെ, സോ ഈ സമയത്ത് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് കുട്ടിയിലോട്ട് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ പ്രവാഹം അല്ലെങ്കിൽ ഫ്ലോ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും അവിടെ. സോ ഈ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എന്താണ്? ഈ ഡക്ടസ് ആർട്ടീരിയോസസ് കീപ് ഓപ്പൺ ഡ്യൂറിംഗ് ഫീറ്റൽ പീരീഡ്. ഈ ഫീറ്റൽ പീരീഡ് ആയിരിക്കുമ്പോൾ ഡക്ടസ് ആർട്ടീരിയോസസിനെ ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് പ്രോസ്റ്റാഗ്ലാൻഡിന് ഒരു പ്രധാന റോൾ ഉണ്ട്.
സോ ഈ ക്ലാമ്പ് ചെയ്യുമ്പോൾ അംബിലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസ് കുട്ടിയിലോട്ട് എത്തുന്നത് സ്റ്റോപ്പ് ആവുകയും നമുക്ക് എന്താണ് ഡക്ടസ് ആർട്ടീരിയോസസ് കൺസ്ട്രക്ട് ആവുകയും അതിനെ ക്ലോസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ദ റൈറ്റ് ആൻസർ സി. One more question, which was asked in NORCET 2022 September. In a newborn, the remnant of the umbilical vein form which anatomical structure? We have four options. Option A, ligamentum venosum, and ligamentum arteriosum, and option C, fossa ovalis. Option D, ligamentum teres. Okay, you can see the right answer. The option D, ligamentum teres. It is nothing but ligamentum teres. It is otherwise called round ligament of the liver. അത് ഒരു അതർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഓപ്ഷൻ ഡി, ആഫ്റ്റർ കോഡ് ക്ലാമ്പ്, നമ്മൾ കോഡ് ക്ലാമ്പ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ. കുട്ടിയുടെ ഡെലിവറി ടൈമിൽ നമ്മൾ അംബിലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യും, ക്ലാമ്പ് ചെയ്തിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. സോ ഈ സമയത്ത് എന്താണ്, സർക്കുലേഷൻസ് അവിടെ സ്റ്റോപ്പ് ആവും. സോ അംബിലിക്കൽ വെയിൻ ഒബ്ലിറ്ററേറ്റ് ചെയ്ത് സ്ട്രക്ചറലി ഇറ്റ് കൺവേർട്സ് ഇൻ ടു ligamentum teres hepatis. So ligamentum teres, it is otherwise known as round ligament of the liver. ഈ മൂന്ന് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ നോർസെറ്റ് ബേസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ദിസ് ടോപ്പിക്. സോ വളരെ ബേസിക് ആയിട്ട് വളരെ തറവായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട് ഫ്രം ദീസ് പോർഷൻസ്. ഓക്കെ, ദെൻ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ഫീറ്റൽ സർക്കുലേഷൻ. അപ്പൊ ഡീറ്റെയിൽഡ് തിയറി നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞു പ്ലാസന്റയിൽ നിന്നാണ് ഫീറ്റൽ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്ലാസന്റയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡും ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള ബ്ലഡും കുട്ടി ഫീറ്റസിലോട്ട് എത്തുന്നത്. ഓക്കെ, സോ പ്ലാസന്റയിൽ നിന്ന് അംബിലിക്കൽ കോഡിലുള്ള അംബിലിക്കൽ വെയിൻ വഴിയാണ് നമ്മുടെ ഫീറ്റസിലോട്ട് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് പാസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ മൂന്ന് ഷണ്ട് ഞാൻ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ ഡക്ടസ് വീനോസസ്, ആൻഡ് ദ സെക്കൻഡ് വൺ foramen ovale, and third one ductus arteriosus. So what is ductus venosus? The ductus venosus എന്ന് പറയുന്നത് it is a connection between the umbilical vein to the inferior vena cava. umbilical vein-നെയും inferior vena cava-യും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഡക്ടർ ആണ്, ഷണ്ടാണ് ഡക്ടസ് വീനോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഷണ്ട് എന്ന് പറയുന്നത് foramen ovale. It is nothing but the anatomic opening between right and left atrium ആണ് foramen ovale എന്ന് പറയുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് തേർഡ് ഷണ്ട് എന്ന് പറയുന്നത് ഡക്ടസ് ആർട്ടീരിയോസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ പൾമണറി കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ടു ദി ഡിസെൻഡിങ് അയോർട്ടയാണ് നമ്മുടെ ഈ ഡക്ടസ് ആർട്ടീരിയോസ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് ഷണ്ടാണ് ബേസിക് ആയിട്ട്. ഈ മൂന്ന് ഷണ്ട് ബൈഹാർട്ട് ആയിരിക്കണം, നമ്മുടെ ബേസിക് ആണ്. ഓക്കെ, ഡക്ടസ് വീനോസസ് എന്ന് പറയുന്നത് അംബിലിക്കൽ വെയിൻ ടു ദി ഇൻഫീരിയർ വീന കാവ. foramen ovale എന്ന് പറയുന്നത് അനാട്ടമിക് ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം. ആൻഡ് ദ തേർഡ് ഷണ്ട് എന്ന് പറയുന്നത് ദ ഡക്ടസ് ആർട്ടീരിയോസസ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ടു ദി ഡിസെൻഡിങ് അയോർട്ട. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്സിജനേറ്റഡ് ബ്ലഡ് പ്ലാസന്റയിൽ നിന്ന് നമ്മുടെ ഫീറ്റസിലോട്ട് എത്തുന്നത് ഈ ഡക്ടസ് വീനോസസ് വഴിയാണ്. ഓക്കെ, അതായത് അംബിലിക്കൽ വെയിനിൽ നിന്ന് ഇൻഫീരിയർ വീനക്കാവയിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഷണ്ട് വഴി എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇൻഫീരിയർ വീനക്കാവയിലോട്ട് വഴി എത്തും. ഓക്കെ, നമുക്കറിയാം ഇൻഫീരിയർ വീന കവ എങ്ങോട്ടേക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്, റൈറ്റ് ഏട്രിയത്തിലാണ് ഓപ്പൺ ആവുന്നത്. സോ വൺസ് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഷണ്ട് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നുണ്ട് അല്ലെ. അതാണ് foramen ovale വഴി എന്ത് ചെയ്യും, ഈ ബ്ലഡ് എന്താണ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകും. സോ വൺസ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ടാണ് പോകുന്നത്. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഈ കുട്ടിയിൽ നിന്ന് പ്ലാസന്റയിൽ നിന്ന് വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്താണ് അംബിലിക്കൽ വെയിൻ വഴി ഡക്ടസ് വീനോസസ് പാസ് ചെയ്ത് ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിലോട്ടല്ല പോകുന്നത്. കാരണം എന്താണ്, there is another shunt between right and left atrium, that is called foramen ovale. ഈ foramen ovale എന്ന് പറയുന്ന ഷണ്ട് വഴി ഈ ബ്ലഡ് എന്ത് ചെയ്യും, ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തുകയും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് comes down to the ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് എത്തും. ഓക്കെ, ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യും, പമ്പ് ചെയ്തിട്ട് അവിടെ എന്താണ് അസെൻഡിങ് അയോർട്ടയുണ്ട്. ഈ അസെൻഡിങ് അയോർട്ട വഴി നമുക്ക് എന്താണ് അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിലോട്ട് ബ്ലഡ് പാസ് ചെയ്യും. ഓക്കെ, അതായത് അപ്പർ പാർട്ടിൽ എന്താണ് മെയിൻ ആയിട്ട് വരുന്നത്, നമ്മുടെ ഹാർട്ട്, നെക്ക്, ഹെഡ് ആൻഡ് ബ്രെയിൻ, ആംസ്, ഇവിടങ്ങളിലൊക്കെ നമ്മുടെ അപ്പർ റീജിയനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൊടുക്കുന്നു. ഓക്കെ, ദിസ് ഈസ് എ സിമ്പിൾ ഫീറ്റൽ സർക്കുലേഷൻ ആണ്. ഇനി വരുന്ന സ്ലൈഡിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങനെയാണ് തിരിച്ച് പ്ലാസന്റയിലോട്ട് എത്തിക്കുന്നത് എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ഓക്കെ, മൂന്ന് ഷണ്ടും ഒന്നുകൂടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ടും പിന്നെ അതിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്സും. ഫസ്റ്റ് ഡക്ടസ് വീനോസസ്, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ലിവറിലാണ്. ആൻഡ് ദ പർപ്പസ് എന്ന് പറയുന്നത് ബൈപാസസ് ഫീറ്റൽ ലിവർ. ആൻഡ് കണക്ട്സ് എന്ന് പറയുന്നത് കണക്ഷൻ അംബിലിക്കൽ വെയിൻ ടു ദി ഇൻഫീരിയർ വീന കവ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കണക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡക്ടസ് വീനോസസ് അംബിലിക്കൽ വെയിനും ഇൻഫീരിയർ വീന കവയും തമ്മിലുള്ള കണക്ഷൻ ആണ്. ഓക്കെ, സെക്കൻഡ് ഷണ്ട് എന്ന് പറയുന്നത് ഫോറാമൻ ഒവൈൽ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആണ്. ഓക്കെ, പർപ്പസ് വരുന്നത് ബൈപാസസ് നോൺ ഫങ്ഷണൽ ലങ്സ് ആണ്. ഓക്കെ, ആൻഡ് കണക്ട്സ് ഇറ്റ് ഈസ് ദ അനാട്ടമിക് ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ആണ് ഫോറാമൻ ഒവൈൽ എന്ന് പറയുന്നത്. തേർഡ് ഷണ്ട് എന്ന് പറയുന്നത് ലൊക്കേഷൻ വരുന്നത് ഗ്രേറ്റ് വെസൽസിലാണ്. ആൻഡ് പർപ്പസ് ബൈപാസസ് ദ പൾമണറി സർക്കുലേഷൻ. ഓക്കെ, ആൻഡ് ഇറ്റ് കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ടു ദി ഡിസെൻഡിങ് അയോർട്ടയാണ്. ഓക്കെ, ഇതാണ് മൂന്ന് ഷണ്ടും, ഡക്ടസ് വീനോസസ്, ഫോറാമൻ ഒവൈൽ ആൻഡ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഇതാണ് ഡക്ടസ് വീനോസസ്. Foramen oval between right and left atrium. Ductus arteriosus, that is connection between pulmonary artery to the descending aorta. Can move on to the next slide. So placenta ഒന്നുകൂടെ gas exchange ആണ്. ഞാൻ പറഞ്ഞു പ്ലാസന്റ വഴിയാണ് ഓക്സിജനേറ്റഡ് ബ്ലഡും ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും കുട്ടി ആ മദറിൽ നിന്ന് ഫീറ്റസിലോട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഫീറ്റൽ പീരീഡിൽ ഫീറ്റൽ ലങ്സ് എന്ന് പറയുന്നത് എന്താണ്, നോൺ ഫങ്ഷണൽ ആയിരിക്കും, അതായത് കൊളാപ്സ്ഡ് ആയിരിക്കാം. ഓക്കെ, ഈ ഫീറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടി അമ്മയുടെ വയറ്റിനകത്തിരിക്കുമ്പോൾ യൂട്രസിനുള്ളിൽ ഒരു 8th വീക്ക് മുതൽ 40th വീക്ക് വരെയുള്ള ജസ്റ്റേഷണൽ പീരീഡിലാണ് നമ്മൾ ഫീറ്റൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഫീറ്റൽ പീരീഡിൽ കുട്ടി ഫീറ്റസിന്റെ ലങ്സ് നോൺ ഫങ്ഷണൽ ആയിരിക്കും. അപ്പൊ അതിവിടെ എന്താണ്, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തിക്കുന്നത് പ്ലാസന്റ വഴിയാണ്. പിന്നെ അംബിലിക്കൽ പ്ലാസന്റയിൽ നിന്ന് കണക്ഷൻ വരുന്നതാണ് അംബിലിക്കൽ കോഡ്. നമുക്ക് അവിടെ ഒരു ഞാൻ പറഞ്ഞു അംബിലിക്കൽ കോഡ് 2 ആർട്ടറിയും 1 വെയിനും ആണുള്ളത്. അത് ഓർക്കാനായിട്ട് ഒരു റൂൾ ഉണ്ട്, റൂൾ ഓഫ് AVA ഓർത്താൽ മതി. അപ്പൊ 2A ആർട്ടറി, വെയിൻ, ആർട്ടറി. ഓക്കെ, അങ്ങനെ 3 വെസൽസ് ആണുള്ളത്, ആർട്ടറി, വെയിൻ, ആർട്ടറി. ദാറ്റ് ഇസ് 3 വെസൽസ്. AVA റൂൾ ഓർത്താൽ മതി. ഓക്കെ, സോ നമുക്കറിയാം, ഞാൻ പറഞ്ഞു അംബിലിക്കൽ വെയിൻ ക്യാരീസ് ഓക്സിജനേറ്റഡ് ആൻഡ് റിച്ച് ന്യൂട്രിയൻ ബ്ലഡ് ഫ്രം ദ പ്ലാസന്റ ടു ദ ഫീറ്റസ്. അംബിലിക്കൽ ആർട്ടറി എന്താണ്, ഡീഓക്സിജനേറ്റഡ് ബ്ലഡും വേസ്റ്റും ഫീറ്റസിന്റെ ബോഡിയിൽ നിന്ന് റിട്ടേൺ ബാക്ക് ടു പ്ലാസന്റയിലോട്ട് എത്തിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഓക്സിജനേഷൻ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിക്കുന്നതും ആ വെയിൻ വഴിയാണ്. സോ അംബിലിക്കൽ ആർട്ടറി ക്യാരി ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും വെയിൻ ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡും ആണ്. കോഴ്സ് ഓഫ് ഫീറ്റൽ ബ്ലഡ് ഫ്ലോ നമുക്ക് സ്റ്റെപ്പ് 1, പ്ലാസന്റയിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് അംബിലിക്കൽ വെയിൻ വഴിയാണ് ഡക്ടസ് വീനോസസ് പാസ് ചെയ്യും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പിൽ എന്താണ്, ഇത് ഇൻഫീരിയർ വീനക്കാവയിലോട്ട് എത്തും. ഓക്കെ, ഇൻഫീരിയർ വീനക്കാവ ഓപ്പൺ ചെയ്യുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണ്. അവിടെ വെച്ച് 2 പാത്ത് വേ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, പാത്ത് വേ A ആൻഡ് പാത്ത് വേ B. ഓക്കെ, പാത്ത് വേ A എന്ന് പറയുന്നത് അപ്പർ ബോഡി സർക്കുലേഷൻ ആണ്. നമുക്ക് ഫസ്റ്റ് പാത്ത് വേ A എന്താണെന്ന് ഡീൽ ചെയ്യാം. അപ്പർ ബോഡി സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വൺസ് ഈ ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് എന്താണ്, ഈ ഡക്ടസ് ഈ ഫൊറാമൻ ഒവൈൽ എന്ന് പറയുന്ന ഒരു ഷണ്ട് ഇൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. സോ ഈ ബ്ലഡ് എന്താണ്, റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വയ ഫൊറാമൻ ഒവൈൽ വഴി പാസ് ചെയ്യും. ഓക്കെ, വൺസ് ഇത് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് എത്തുകയും അവിടെ നിന്ന് അയോട്ടയിൽ വഴി, അതായത് അസെൻഡിങ് അയോട്ട വഴി അപ്പർ ബോഡി പാർട്ടായിട്ടുള്ള ഹാർട്ട്, നെക്ക്, ഹെഡ്, ബ്രെയിൻ ആൻഡ് ആംസിലോട്ടൊക്കെ സപ്ലൈ ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് പാത്ത് വേ A എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാത്ത് വേ B എന്ന് പറയുന്നത് എന്താണ്, ലോവർ ബോഡി സർക്കുലേഷൻ ആണ്. പിന്നെ എന്താണ്, പ്ലാസന്റൽ റിട്ടേൺ, അതായത് പ്ലാസന്റയിൽ നിന്ന് ഈ ഡിയോക്സിന്റെ ബ്ലഡും നമ്മുടെ ഫീറ്റസിൽ നിന്ന് ഡിയോക്സിന്റെ ബ്ലഡും മറ്റു വേസ്റ്റും ഒക്കെ എന്താണ്, റിട്ടേൺ ബാക്സ് ടു പ്ലാസന്റയിലോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, സോ റൈറ്റ് വൺസ് ലോവർ ബോഡി പാർട്ടിലോട്ടുള്ള സർക്കുലേഷൻ ആണ് പാത്ത് വേ B എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, റൈറ്റ് വെൻട്രിക്കിൾ ആണ് വരുന്നത്. ഓക്കെ, റൈറ്റ് ഏട്രി അല്ല, റൈറ്റ് വെൻട്രിക്കിൾ ആണ്. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എന്താണ്, ഈ റൈറ്റ് ബ്ലഡ് പാസ് ഇൻ ടു ദി നമ്മുടെ പ്ലാസന്റയിലൂടെ എത്തണം. ഓക്കെ, സോ അതെങ്ങനെയാണ് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. അവിടെ ഒരു ഷണ്ട് ഉണ്ട്, അതാണ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയും. അതായത് പൾമണറി ആർട്ടറിയും ഡിസെൻഡിങ് അയോട്ടയും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡക്ടസ് ആർട്ടീരിയോസസ് വഴി ഈ ബ്ലഡ് എന്താണ് പാസ് ചെയ്ത് ഡിസെൻഡിങ് അയോട്ടയിലോട്ട് എത്തും. ഓക്കെ, ഈ ഡിസെൻഡിങ് അയോട്ടയിൽ നിന്ന് ഈ ബ്ലഡ് എന്താണ്, ഈ ബ്ലഡ് ക്യാരിസ് ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ്, എസ്പെഷ്യലി നമ്മുടെ ലോവർ ബോഡി പാർട്സിലോട്ടാണ് ആൻഡ് ഓർഗൻസിലോട്ടാണ് ഇത് പാസ് ചെയ്ത് പോകുന്നത്. അവിടെ നിന്ന് എന്താണ്, ഈ ബ്ലഡ്
goes into the internal iliac artery or എന്താണ് gastric artery വഴി എങ്ങോട്ടേക്ക് എത്തും? അംബിലിക്കൽ ആർട്ടറിസിലോട്ട് എത്തും. സോ ഈ ഡിയോസിന്റെ ബ്ലഡ് അംബിലിക്കൽ ആർട്ടറി വഴിയാണ് പ്ലാസന്റയിലോട്ട് എത്തുന്നത്. It is nothing but once again I will explain the pathway B. ലോവർ ബോഡി സർക്കുലേഷൻ ആണ്, അതായത് റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ആർട്ടറിയാണ് പൾമണറി ആർട്ടറി. ഈ പൾമണറി ആർട്ടറി ഡിസെൻഡിങ് അയോട്ട് തമ്മിലുള്ള കണക്ഷൻ ആണ്, ഷണ്ടാണ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറയുന്ന ഷണ്ട്. ഈ ഷണ്ട് വഴി എന്താണ് ബ്ലഡ് ഡിസെൻഡിങ് അയോട്ട വഴി ലോവർ ബോഡിയിലോട്ടും ടിഷ്യൂസിലോട്ടും ഓർഗൻസിലോട്ടും എത്തും. ഓക്കെ, അവിടെ നിന്ന് ഈ ബ്ലഡ് ഇന്റേണൽ ഇലിയാക് അഥവാ ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറി വഴി അംബിലിക്കൽ ആർട്ടറീസിലോട്ട് എത്തുകയും അവിടെ നിന്ന് ഈ ഡിയോക്സിന്റെ ബ്ലഡ് അംബിലിക്കൽ ആർട്ടറി വഴി പ്ലാസന്റയിലോട്ട് എത്തുകയും ചെയ്യും. അവിടെ നിന്ന് പ്യൂരിഫിക്കേഷൻ നടത്തി പിന്നെയും റിട്ടേൺ ബാക്ക് ഇത് ഇങ്ങനെ സൈക്കിൾ പോലെ നടന്നുകൊണ്ടേയിരിക്കും. ദിസ് ഈസ് ദ കോഴ്സ് ഓഫ് ബ്ലഡ് ഫ്ലോ ഇൻ ഫീറ്റൽ സർക്കുലേഷൻ, പാത്വേ എ ആൻഡ് പാത്വേ ബി. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് ആണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോസ്റ്റ്നറ്റൽ ചേഞ്ചസ്, ദാറ്റ് ഈസ് ഫീറ്റൽ സ്ട്രക്ചർ വേഴ്സസ് അഡൾട്ട് റെമനന്റ്. അതായത് ഈ ചേഞ്ചസ് ഓഫ് ഫീറ്റൽ സർക്കുലേഷൻ ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെയാണ് നമുക്കറിയാം. ഈ ഫീറ്റൽ സ്ട്രക്ചർ ഫസ്റ്റ് അംബിലിക്കൽ വെയിൻ അനാട്ടമിക്കൽ റെമനന്റ് ഇൻ അഡൾട്ട്, അതായത് റീനെയിം ചെയ്യുന്നത് എന്തായിട്ടാണ്? ഫീറ്റൽ പീരീഡിൽ അംബിലിക്കൽ വെയിൻ എന്തായിട്ട് ജനിച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ ഡെലിവറിക്ക് ശേഷം ഇത് എന്തായിട്ട് നമുക്ക് റീനെയിം ചെയ്യാം? അംബിലിക്കൽ വെയിൻ റീനെയിംഡ് ആസ് ലിഗമെന്റം teres. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് റൗണ്ട് ലിഗമെന്റ് ഓഫ് ദി ലിവർ. ഇത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നോർസെറ്റിൽ ചോദിച്ചതാണ്, ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ അത് ഡിസ്പ്ലേ ചെയ്തതാണ്. ഓക്കെ, ആൻഡ് അംബിലിക്കൽ വെയിന്റെ ക്ലോഷർ നടക്കുന്നത് ക്ലോസസ് പാസ് ബർത്ത്, അതായത് ഡെലിവറിക്ക് ശേഷം തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ആവുന്നതാണ്. ദെൻ അംബിലിക്കൽ ആർട്ടറി റീനെയിം ചെയ്യുന്നത് മീഡിയൽ അംബിലിക്കൽ ലിഗമെന്റ്സ് എന്ന പേരിലാണ്. ഓക്കെ, ഇതിന്റെ ടൈം ഓഫ് ക്ലോഷർ വരുന്നത് ക്ലോസസ് പോസ്റ്റ് ബർത്തിൽ തന്നെ ഇത് ക്ലോസ് ആവുന്നതാണ്. ദെൻ ഡക്ടസ്, 3 ഷണ്ട് ഉണ്ട്, ഡക്ടസ് വീനോസസ്, ഡക്ടസ് ആർട്ടീരിയോസസ് ആൻഡ് ഫോറാമൻ ഓവൽ. ഇത് റീനെയിം ചെയ്യുന്നതും ടൈം ഓഫ് ക്ലോഷർ എപ്പോഴാണെന്ന് നോക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡക്ടസ് വീനോസസ് റീനെയിംഡ് ആസ് ലിഗമെന്റം വീനോസം ആഫ്റ്റർ ബർത്ത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടൈം ഓഫ് ക്ലോഷർ വരുന്നത് ക്ലോസസ് വിത്തിൻ 1 to 3 വീക്സ്. കുട്ടി ജനിച്ച് ഒരു 1 to 3 വീക്സിനുള്ളിൽ ഇതെന്താണ് ഈ ഡക്ടസ് വീനോസസ് ക്ലോസ് ആകും. ഓക്കെ, ഡക്ടസ് ആർട്ടീരിയോസ് റീനെയിംഡ് ആസ് ലിഗമെന്റം ആർട്ടീരിയോസം. ഓക്കെ, ആൻഡ് ഇതിനെന്താണ് ഡക്ടസ് ആർട്ടീരിയോസസിന് ഫങ്ഷണൽ ക്ലോഷറും ഉണ്ട്, അനാട്ടമിക്കൽ ക്ലോഷറും ഉണ്ട്. ഈ ഫങ്ഷണൽ ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസസ് വരുന്നത് 10 to 15 hours ആഫ്റ്റർ ബർത്ത് ആണ്. ആൻഡ് അനാട്ടമിക്കൽ ക്ലോഷർ നടക്കുന്നത് 1 to 3 months ആഫ്റ്റർ ഡെലിവറി ആണ്. ഓക്കെ, ആൻഡ് foramen ovale renamed as fossa ovalis. ആൻഡ് ടൈം ഓഫ് ക്ലോഷർ വരുന്നത് ഫങ്ഷണൽ ക്ലോഷർ ഉണ്ട്, അനാട്ടമിക്കൽ ക്ലോഷർ ഉണ്ട്. അനാട്ടമിക്കൽ ക്ലോഷർ ഓഫ് foramen ovale ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്തും ആൻഡ് ഫങ്ഷണൽ ക്ലോഷർ ഓഫ് foramen ovale immediately after birth. Anatomical closure of foramen ovale 6 to 12 months after birth ആണ്. Okay, it is very important this table. You can expect so many questions from this table. Okay. Okay, this is all about fetal circulation. ഞാൻ പറഞ്ഞു ഇതിന്റെ മെയിൻ എന്താണ്, നമ്മുടെ പ്ലാസന്റ ആണ് ഓക്സിജൻ ക്യാരി ചെയ്ത് നമ്മുടെ അംബിലിക്കൽ വെയിൻ വഴി ഫീറ്റസിലോട്ട് എത്തിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു പോർഷൻ ആണ് നമ്മുടെ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ സൈറ്റോസ്മാർട്ട് പോയിന്റ്സ് എന്ന് പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിന്നൊക്കെ ഗൈഡുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദ ഹയസ്റ്റ് ഓക്സിജൻ സാച്ചുറേഷൻ ഞാൻ പറഞ്ഞു, അംബിലിക്കൽ കോളിൽ 2 അംബിലിക്കൽ ആർട്ടറിയും 1 അംബിലിക്കൽ വെയിനും ഉണ്ട്. അതിൽ ഹയസ്റ്റ് ഓക്സിജൻ കോൺസെൻട്രേഷൻ ക്യാരി ചെയ്യുന്നത് നമ്മുടെ അംബിലിക്കൽ വെയിൻ വഴിയാണ്, അതായത് അപ്രോക്സിമറ്റ്ലി 80% ഓഫ് ബ്ലഡും പാസ് ചെയ്യുന്നത് അംബിലിക്കൽ വെയിൻ വഴിയാണ്. ആൻഡ് ഡക്ടസ് വീനോസസ് ആണ്. ലോവസ്റ്റ് ഓക്സിജൻ സാച്ചുറേഷൻ സെയിം വേ നമുക്കറിയാം, അംബിലിക്കൽ ആർട്ടറി ആണ് ക്യാരീസ് ലോവസ്റ്റ് ഓക്സിജൻ സാച്ചുറേഷൻ. പിന്നെ ഒരു അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സിംഗിൾ അംബിലിക്കൽ ആർട്ടറി, SUA എന്ന് പറയും. അതായത് ചില കുട്ടികൾ ജനിക്കുമ്പോൾ സിംഗിൾ അംബിലിക്കൽ ആർട്ടറി കാണത്തുള്ളൂ. അതായത് നമുക്കറിയാം അംബിലിക്കൽ കോളിൽ 2 അംബിലിക്കൽ ആർട്ടറിയാണ് വേണ്ടത്, എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സിംഗിൾ അംബിലിക്കൽ ആർട്ടറി മാത്രമേ കാണത്തുള്ളൂ. ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് കൺജനിറ്റൽ അനോമലീസ്. അതായത് ഏത് കൺജനിറ്റൽ അനോമലിയാണ് കുട്ടി ജനിക്കുന്നത്? റീനൽ, ജെനൈറ്റോ യൂറിനറി ആൻഡ് കാർഡിയോവാസ്കുലർ മാൽഫോർമേഷൻസ് എന്നീ മാൽഫോർമേഷൻസോടൊക്കെ ജനിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ സിംഗിൾ അംബിലിക്കൽ ആർട്ടറി ആയിരിക്കാം കാണുന്നത്. ഓക്കെ, ദെൻ ദ ക്ലോഷർ ഓഫ് foramen ovale occurs due to increased pressure in the left atrium. നമ്മുടെ ഈ foramen ovale ക്ലോഷർ നടക്കുന്നത് ബിക്കോസ് ഓഫ് വാട്ട്? ഇൻക്രീസ്ഡ് പ്രഷർ ഇൻ ദ ലെഫ്റ്റ് ഏട്രിയം റിലേറ്റീവ് ടു ദി റൈറ്റ് ഏട്രിയം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ആണ്. കാരണം എന്താണ്? ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ഇൻക്രീസ്ഡ് പൾമണറി വീനസ് റിട്ടേൺ ആണ്. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്,
ക്ലോഷർ ഓഫ് ഡക്ടസ് ആർട്ടീരിയോസസ് ഇറ്റ് ഈസ് ട്രിഗേർഡ് ബൈ നമുക്കറിയാം ഇൻക്രീസ്ഡ് ബ്ലഡ് സർക്കുലേഷൻ ഓക്സിജൻ ലെവൽ ആൻഡ് ഡ്രോപ്പ് ഇൻ സർക്കുലേറ്റിംഗ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോർസെറ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, നേരത്തെ ഞാൻ ഡിസ്പ്ലേ ചെയ്തതാണ്. കാരണം ഹൈ ഓക്സിജൻ കോൺസെൻട്രേഷൻ കാരണം എന്താണ്, കുട്ടി ജനിക്കുമ്പോൾ കരയും അല്ലെ, കരയുന്നതിന്റെ മീനിങ് എന്താണ്, കുട്ടി ജനിക്കുമ്പോൾ കരയുന്നതെന്ന് വെച്ചാൽ കുട്ടിയുടെ ലങ്സ് സ്റ്റാർട്ട് ടു ഫംഗ്ഷൻ എന്നാണ്. ആ സമയത്ത് ഹൈ ലെവൽ ഓഫ് ഓക്സിജൻ ആയിരിക്കും കുട്ടിയുടെ ബ്ലഡിലുള്ളത്. സോ ദിസ് വിൽ എന്താണ് ഈ ഡക്ടസ് ആർട്ടീരിയോസിനെ കൺസ്ട്രക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്രഗ്നൻസി പീരീഡിൽ ഈ പ്ലാസന്റയിൽ നിന്ന് റിലീസ് ചെയ്ത് കുട്ടിയിൽ എത്തുന്നത് കാരണം എന്താണ്, ഈ ഡക്ടസ് ആർട്ടീരിയോസസ് കീപ് ഓപ്പൺ ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ആഫ്റ്റർ ഡെലിവറി എന്താണ് നമ്മൾ കുട്ടിയുടെ അംബിലിക്കൽ ക്ലോഡ് ക്ലാമ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിന്റെ റിലീസ് ഫീറ്റസിലോട്ട് എത്തുന്നത് കുറയുകയും അതിന്റെ ഭാഗമായിട്ട് ഈ ഡക്ടസ് ആർട്ടീരിയോസസ് കുറയുകയും ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പോയിന്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇൻഡോമെത്താസിൻ ഐബുപ്രോഫൻ. ഇത് മെഡിക്കേഷൻ ആണ് അല്ലെ. സോ NSA നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. ഇത് യൂസ്ഡ് ടു ക്ലോസ് എ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് PDA, അതായത് പീഡിയാട്രിക്കിന്റെ കൺജനറ്റൽ കാർഡിയക് അനോമലിയിൽ നമ്മുടെ സൈറ്റോ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ക്ലാസ്സുകൾ കിട്ടും. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് ഇതൊരു കൺജനറ്റൽ ഹാർട്ട് മാൽഫോർമേഷൻ ആണ്. ഇതെന്ന് പറയുന്നതാണ്, അതായത് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് ആഫ്റ്റർ ഡെലിവറി ക്ലോസ് ആവണം അല്ലെ, പക്ഷെ എന്താണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ക്ലോസ് ആവത്തില്ല, കീപ് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. പെർസിസ്റ്റന്റ് ഓപ്പണിംഗ് കണക്ഷൻ ബിറ്റ്വീൻ ഡക്ടസ് ആർട്ടീരിയോസസ്, അതായത് പൾമണറി ആർട്ടറി ടു ദി ഡിസെൻഡിങ് അയോട്ട, ദാറ്റ് ഈസ് കോൾഡ് patent ductus arteriosus. Persistent connection between pulmonary artery to the descending aorta, that is called patent ductus arteriosus. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കേഷൻ ആണ് ഇൻഡോമെത്താസിൻ ഓർ ഐബുപ്രോഫൻ. നെക്സ്റ്റ് ആൽപ്രോസ്റ്റാഡിൽ ഓർ പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കീപ് ദ ഡക്ടസ് ആർട്ടീരിയോസസ് ഓപ്പൺ ഇൻ ഡക്ട് ഡിപെൻഡന്റ് കൺജനിറ്റൽ ഹാർട്ട് ലീഷൻസ്. ഫോർ എക്സാമ്പിൾ coactation of aorta and transposition of great arteries. What do you mean by coactation of aorta? ഇതും എന്താണ് ഒരു കൺജനിറ്റൽ ഹാർട്ട് അനോമലി ആണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരാം. കൊയാക്ടേഷൻ ഓഫ് അയോട്ട എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും വളരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. ഇറ്റ് ഇസ് നത്തിങ്. കൊയാക്ടേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇത് നാരോയിങ് ആണ് അല്ലെ. കൊയാക്ടേഷൻ ഓഫ് അയോട്ട എന്ന് പറയുമ്പോൾ എന്താണ്, നാരോയിങ് ഓഫ് ദി അയോട്ട. അപ്പൊ അയോട്ടിക് ആർച്ചിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും, നാരോ ആയിക്കും. സോ ഈ നാരോ ആകുമ്പോൾ നാരോ അതിന്റെ താഴ്ഭാഗത്തോട്ട് എന്താണ് കുട്ടിക്ക് ബ്ലഡ് സപ്ലൈ പോകത്തില്ല. സോ പ്രഷർ വളരെ കുറവായിരിക്കും ലോവർ പാർട്ടിൽ. അതേസമയം നാരോ ആയിരിക്കുന്നതിന്റെ മോൾ ഭാഗങ്ങളിൽ പ്രഷർ കൂടുതലായിരിക്കും, കാരണം ബ്ലഡ് പ്രഷർ കൂടുതൽ അപ്പർ ബോഡിയിലായിരിക്കാം, താഴോട്ട് ലോ ആയിരിക്കാം. ദിസ് ഇസ് കോയാക്ടേഷൻ ഓഫ് അയോട്ട. സോ ഇത്തരത്തിലുള്ള കുട്ടി ജനിക്കുമ്പോൾ എന്താണ് ലോവർ പാർട്ട് ഓഫ് ദ ലോവർ ലിംബിലൊക്കെ എന്താണ് പൾസസ് ആബ്സെന്റ് ആയിരിക്കും, എസ്പെഷ്യലി ഫിമറൽ പൾസ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. ഇഫ് എനി ബേബി ന്യൂ ബോൺ ഡെലിവേർഡ് വിത്ത് ആബ്സെന്റ് ഓർ വീക്ക് ഫിമറൽ പൾസ് ആണെങ്കിൽ വി ക്യാൻ സസ്പെക്ട് ദാറ്റ് ബേബി ഈസ് പ്രസന്റ് ഹാവിംഗ് കോയാക്ടേഷൻ ഓഫ് അയോട്ട എന്ന് നമുക്ക് സസ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു കൺജനിറ്റൽ അനോമലി ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്. ഓക്കെ, ഇറ്റ് ഇസ് നത്തിങ്. ട്രാൻസ്പോസിഷൻ പൊസിഷൻ മാറിക്കിടക്കുന്നു ഉള്ളത് ഞാൻ പറഞ്ഞു. റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് പൾമണറി ആർട്ടറിയും ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് അയോട്ടയാണ്. എന്നാൽ ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് ആയിട്ടുള്ള കണ്ടീഷനിൽ എന്താണ് ഈ റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് അയോട്ടയും ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് പൾമണറി ആർട്ടറി ആയിരിക്കാം. സോ ദിസ് ഈസ് കോൾഡ് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്. അതായത് പൊസിഷൻ മാറി ഒറിജിനേഷൻ വരുന്നതാണ് ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. യു ക്യാൻ എക്സ്പെക്ട് ആൻഡ് സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദീസ് ടൈപ്പ് ഓഫ് ഏരിയാസ്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഫീറ്റൽ സർക്കുലേഷൻ. എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു നീഡ് മോർ ക്ലാസ്സസ് റിഗാർഡിംഗ് ദിസ് nursing topics, you can join with us Cyto Academy. Okay, once again, thank you for all.